ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാൻ ചൂടായി വന്നതിന് ശേഷം ആ അരി പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരി കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിയുടെ കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് ഇങ്ങനെ ഒന്ന് അരി പൊട്ടി വരുന്നത് വരെയും വറുത്തെടുക്കണം. അതിന് ശേഷം എല്ലാ അരികളും പൊട്ടി വന്നതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നട്ട്സാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബദാം ഉള്ളത് കൊണ്ട് ഞാൻ അതെടുത്തു. ഇനി അതും കൂടെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് ആ അരിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ആ അരി ഒന്ന് ചൂടാറാൻ വെക്കാം. നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാറി വരുന്നത് വരെ ആ ടൈമിൽ നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 9 ശർക്കരയാണ് എടുത്തേക്കണത്. അത് പാനിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇനി അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരം, ഒരു നാളികേരം ഫുള്ളും ചിരകിയതാണ്. അത് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ അരിയുടെ ചൂടൊക്കെ അറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അരി പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിന് ശേഷം നമുക്ക് വഴച്ചെടുത്ത നാളികേരം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പൊടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവുമാവുന്നൊരു റെസിപ്പിയാണത്. ഇനി നമുക്കിതിലോട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം. അതിന് ശേഷം ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ശർക്കര പാനിക്ക് നല്ല ചൂട് വേണം. ചൂടോട് കൂടി തന്നെ വേണം പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പാകമാവുന്നത് വരെ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ചൂടോടെ കൂടി തന്നെ കുഴച്ച് ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ഉണ്ടയായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ആ ചൂടോടെ കൂടി തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട്